അപ്പൊ ഈ ശവ്വാൽ ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിച്ചു തന്ന ഫുർഖാൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, വേർതിരിച്ചു തന്ന, എല്ലാവർക്കും പച്ചവെള്ളം പോലെ തെളിയിച്ചു തന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ശവ്വാല. ഈ ശവ്വാലിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു ദിവസം അത് പറയാൻ തന്നെ. ശൈഖുന ഇത് റമദാനിലാ പറയുന്നത്. സത്യത്തിൽ ശൈഖുന പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരാണ്. അവർക്കതിൽ ഭയമില്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോണം. ഓലെന്നെ പറയാണ് 1.5 ശവ്വാലാണെന്ന്, ശത്രുക്കൾ തന്നെ. അബൂലഹബ് റസൂലുള്ളാഹിനെ തെറി വിളിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അബൂലഹബിന് അറിയാ ബദറിൽ പോയാൽ തടി കിട്ടൂല. അയാൾ പോയില്ലല്ലോ, പോകാതിരുന്നുകൊണ്ടും കിട്ടിയില്ല. അയാൾക്ക് കിട്ടാൻ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു. അപ്പൊ അവരെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കും അറിയാം ഇത് സത്യമാണ്. കാരണം അവരാണല്ലോ ശൈഖുനയെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെ നമ്മളെ ശൈഖുനയിലേക്ക് എത്തിയത്? മലപ്പുറത്തുള്ള നമ്മളെങ്ങനെ കുരുവട്ടൂരിലെത്തിയത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം പഠിച്ചു നോക്ക്. ഞാനും അൻവരി ഉസ്താദും കൂടി അന്ന് ആദർശ രംഗത്ത് ഓരോരുത്തരുടെ കഥ പറയണ്ടാവില്ലേ, ആദർശ രംഗത്ത് വാദപ്രതിവാദത്തിലും അതുപോലെ തന്നെ ഖണ്ഡന പ്രഭാഷണങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പണ്ടേ ഉണ്ടാകലുണ്ട്. അതിനൊരു കാര്യത്തിന് സഹായിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള കൂട്ടുകാരെ ഉണ്ടാവും. ഒരിക്കൽ തലശ്ശേരിയിൽ വാദപ്രതിവാദം നടക്കുകയാണ്. അന്ന് കുറ്റ്യാടി സിറാജുൽ ഹുദയിലാണ് കിതാബ് നോക്കുന്നത്. രാത്രി ഒരു 12 മണിയായപ്പോൾ അൻവരി ഉസ്താദ് കാര്യം വന്നു. നോക്കുമ്പോൾ ഞാൻ മാത്രമുണ്ട്, ബാക്കിയൊക്കെ മയ്യത്തായി. പിന്നെ ഞങ്ങൾ രണ്ടാളുമാണ് ബാക്കിയാ നോക്കുന്നത്. അന്ന് മൂപ്പര് സ്റ്റേജിലില്ല, സദസ്സില വാദപ്രതിവാദത്തിന്റെ. മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദത്തിന് അന്ന് ഇസ്ഹാഖ് ഹാജി അടക്കമുള്ള എല്ലാവരും ഉണ്ടല്ലോ. അന്നും ഞങ്ങൾ അൻവരി ഉസ്താദും ഞങ്ങൾ ആ വിഷയങ്ങൾ തയ്യാറാക്കുന്നത്. വാദപ്രതിവാദത്തിന്റെ വേദിയിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അന്നത്തെ എറണാകുളം ജില്ലന്റെ SYSന്റെ ജനറൽ സെക്രട്ടറി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, വാദപ്രതിവാദത്തിന്റെ സ്റ്റേജിൽ അൻവരി എന്നൊരാളുടെ ഞങ്ങളെ കൂടെ, മൂപ്പരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഞാനിതെന്താ ചെയ്യാൻ അറിയാൻ വേണ്ടി അന്നും ശൈഖുനയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇവർക്കിത് അറിയില്ലല്ലോ. ശൈഖുനക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അന്ന് വാട്സപ്പ് ഒന്നുമില്ല, SMS ചെയ്യാം. ഇങ്ങനെ പറയുന്നുണ്ട് അൻവരി ഉസ്താദിനെ മാറ്റി നിർത്താൻ. അപ്പൊ അന്ന് എഴുതിയ മെസ്സേജ് ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ശൈഖുന പറയുന്നുണ്ട്, അൻവരിയെ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവരിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട. ഇനി ഒരു കാലം വരാനുണ്ട്, അന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും സ്റ്റേജിൽ ഉണ്ടാവുക. ഇത് സംഘടനയിൽ നമ്മൾ സജീവമായ കാലത്ത് ശൈഖുന നമ്മളോട് പറയുന്നുണ്ട്. എനിക്കത് അന്ന് അർത്ഥമൊന്നും മനസ്സിലായില്ല. ഞാൻ എന്നാ പറഞ്ഞു നിങ്ങൾ വരണ്ടെന്നും പറഞ്ഞു. ഇന്ന് നമ്മളല്ലേ ഉള്ളത്. അപ്പൊ അന്ന് അവരാണ് നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ മറക്കണ്ട, ചരിത്രം മറക്കണ്ട. അൻവരി ഉസ്താദ് വേദിയിൽ വന്നപ്പോ അൻവരി ഉസ്താദിന്റെ നാട്ടുകാരെ എന്നോട് വന്നിട്ട് പറഞ്ഞു, മൂപ്പരെ മാറ്റി നിർത്തണം, മൂപ്പർക്ക് ഏതൊരു ഷെയ്ഖുമായിട്ട് ബന്ധമുണ്ട്. ആ കാര്യം മൂപ്പരിനോട് പറഞ്ഞിട്ടില്ല. അത് അവര് പഠിച്ച അങ്ങനെ പറഞ്ഞു നടക്കുന്ന സംഭവമല്ല. അങ്ങനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ഒതുക്കുങ്ങലിലെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി അൻവരി ഉസ്താദിനെ അന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടോ? ആ ബന്ധമുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് മതി ബാക്കി. ഇനി ഞങ്ങളെ സ്റ്റേജിൽ വരരുത് എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിയ. എന്നിട്ട് ഞങ്ങളൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ജബ്ബാർ ഹാജി അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ സമസ്ത എന്നുള്ള പ്രഹസന അന്വേഷണമല്ല നടത്തിയത്. ആരാണ് ആ ആളെന്ന് നമ്മൾ നോക്കി. കുരുവട്ടൂരിൽ വന്നു നമ്മുടെ സംഘം. ഇവിടെയുള്ള കാരണവന്മാരോട് സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി അത് ചെറിയ പി ഉസ്താദിന്റെ ദർസിൽ ഉണ്ടായിരുന്ന ആളാണ്.
ഹിറേബി ഉസ്താദ് അന്ന് നമ്മളെ സ്വന്തം ആളാണ്. ഉസ്താദിനോടാണ് നമ്മൾ പിന്നെ അന്വേഷിക്കുന്നത്. ഉസ്താദ് അങ്ങോട്ട് പറയാൻ തുടങ്ങി, 2-3 കൊല്ലം കാന്തപുരം ദർസിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് മദ്ഹ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ AP ഉസ്താദിനോടൊന്ന് ചോദിച്ചേക്ക്. അങ്ങനെ ഞാൻ മർക്കസിന്റെ റൂമിൽ ചെന്ന് ഉള്ളിന്റെ ഉള്ളിൽ വാതിൽ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ ചോദിച്ചതാ. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. അത് എന്താന്ന് ചോദിച്ചു. ഞാൻ വാദപ്രതിവാദം ആ കഥയൊക്കെ അന്ന് പറഞ്ഞു. നമ്മളെ പൂടൂർ വാദപ്രതിവാദം എല്ലാ സ്ഥലത്തും പറയണം. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് എല്ലാ കഥയും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇപ്പൊ ചോദിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ വാദപ്രതിവാദവും ഖണ്ഡനവും നടത്തുമ്പോ നിങ്ങൾക്കൊരു കാവല് വേണം. ആ കാവലിന് എനിക്കന്ന് ശൈഖുന മടവൂരുണ്ടായിരുന്നു. ഹയാത്തിലുള്ള ഒരു മഹാന്റെ കാവലിലായി ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കുരുവട്ടൂരിൽ പോകണം. അവിടെ മഅരിഫത്തുള്ള ഒരു മോനുണ്ട്. മഅരിഫത്തുള്ള മോന് എന്നാണ് എന്നോട് പറഞ്ഞത്. വലിയ നാളതിന്റെ നേരെ മാന. അങ്ങനെ ഉസ്താദിന്റെ അന്നത്തെ ഭാഷയിൽ, ഇന്ന് ഉസ്താദ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനത് പറയലുമില്ല. അന്നത്തെ ഉദ്ധരിക്കുമ്പോ അത് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞത് അന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ശൈഖുന വലിയാണെന്ന എഴുത്തിക്കാതിലാണ് ഞങ്ങൾ ഇവിടെ കുരുവട്ടൂരിൽ വന്നത് എന്ന് ആരും മറക്കണ്ട. ശൈഖിന് ഏതെങ്കിലും കടന്നു വന്ന് ഇങ്ങോട്ട് വന്നോന്നുമല്ല. നിങ്ങളെ സ്റ്റേജ് മുഴുവനും അന്ന് ശൈഖുനാക്ക് വേണ്ടിയായിരുന്നില്ലേ? ഒതുക്കുങ്ങൽ ഹിയാവുസുന്നയിൽ കൊണ്ടുവന്നില്ലേ? ഞാൻ ആ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. മർക്കസ് ഗാർഡനിൽ ബുഖാരിയല്ലേ നിങ്ങൾ ദർശേൽപ്പിച്ചു കൊടുത്ത്? രാത്രി ദർശുണ്ടാവും മൊയ്ലിയന്മാർക്ക് മാത്രം. നമ്മളെ എല്ലുമംഗള ഹക്കീം മൗലവിയുടെ റൂമിൽ കൊണ്ടുപോയിട്ട്, മോനെ ഇത് സാധാരണ ആളല്ല, അതുകൊണ്ട് ദർസിൽ ഇരിക്കുമ്പോ തന്നെ കൽബിയായ ദിക്റൊക്കെ വേണം. അന്ന് ഹക്കീമിനോട് പറഞ്ഞു, എനിക്കത് കൽബിയായ ദിക്റൊന്നും അറിയില്ല. ഇപ്പൊ ഏത് ദിക്റാ മൂപ്പർക്കുള്ളതൊന്നും അറിയില്ല. അന്ന് ശൈഖുനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ മദ്ഹ് എത്രയാണ്? ഇതൊക്കെ ഞങ്ങളെ കയ്യിൽ റെക്കോർഡുണ്ട്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോ ശൈഖുനയുടെ കൂടെ ഞങ്ങൾ ചേർന്നു. സംഘടനയിൽ ഞങ്ങൾ സജീവമാണ്. നേരത്തെ ജബ്ബാറാജി പറഞ്ഞ ചേലേമ്പ്ര സംവാദം നടക്കുമ്പോ എല്ലാ കഴിവും ഞങ്ങൾക്ക് അന്നും ഇന്നും തരുന്നത് ഞങ്ങളുടെ ശൈഖുനയാണ്. അങ്ങനെ മുന്നോട്ട് പോയി ശൈഖുന ഖുതുബുൽ ആലം എന്ന ഉന്നതമായ പേര് ഉയർത്തി പറയാൻ തുടങ്ങി. ഉയർത്തി ഉയർത്തി പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റിയില്ല. അത് പറയരുത് എന്നായി നിങ്ങൾ. എന്നെ കുറിച്ചും പറഞ്ഞു ഒരിക്കൽ. എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ഹക്കീം അസ്ഹരി ഉണ്ട്, വേറെ 1-2 ആൾക്കാരുണ്ട്, ശൈഖുനയുണ്ട്. അപ്പൊ അന്ന് ഞാൻ ശക്തമായി വഹാബികൾക്കെതിരെ പറയുന്ന കാലാണ്. പൈലേറെ ശക്താണ്. അപ്പൊ അന്ന് ഈ ഹക്കീം ഉണ്ടല്ലോ, നമ്മൾ ഇന്റർനാഷണൽ ദാഴി, അയാൾ പറയാണ് ശൈഖുനയോട്, അഹ്സനി കുറച്ച് കൂടുതലായിട്ടുണ്ട്, ട്രാക്ക് മാറി ഓടുന്നുണ്ട് എന്നാ തോന്നണത്. ശൈഖുന പറഞ്ഞു, മൂപ്പര് സ്ട്രോങ് പോരാന്നാ എൻ്റെ അഭിപ്രായം, ഒന്നും കൂടി കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മറുപടി. അങ്ങനെ ആ കാലത്ത് ശൈഖുന വരുന്നിടത്തേക്ക് ഞങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നോക്കി. ശൈഖുനയുടെ പിന്നിൽ ആളുകൾ കൂടാൻ തുടങ്ങി. ശൈഖുന ദുബൈയിൽ പോയ സംഭവം ഉണ്ടായി. തൊയ്യിർ ഉസ്താദിനോട് ചോദിച്ചാൽ മതി അന്നത്തെ കഥ. അവർക്ക് വേണ്ടി കാറുകൾ ഒരുക്കി കൊടുക്കുന്ന സർവ്വ മുതലാളിമാരും അന്ന് ശൈഖുനയോടൊപ്പം ചേർന്നു. പിടുത്തം വിടുമെന്ന് മനസ്സിലായി. ഖുതുബുൽ ആലം ഇവിടെ വ്യാപിക്കും, ശൈഖുനയുടെ കീഴിൽ ആളുകൾ അണിനിരക്കും, മുശാവറയെ നോക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഈ അവസ്ഥ എത്തിയപ്പോഴാണ് ആ ദുബൈ യാത്രയും തിരിച്ചു വന്ന് 2013 മീറ്റിംഗ് വിളിച്ച്, മുശാവറ വിളിച്ച് ശൈഖുനാക്കെതിരെ തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പോലെ കൂടെയാണ്. അന്നൊരു ഇന്നോവ എടുത്ത് നിങ്ങൾ കറങ്ങിയ കറക്കത്തിന്റെ റൂട്ട് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുമെന്നായി. വിട്ടു നിൽക്കണമെന്ന് സിറാജിൽ പ്രസിദ്ധീകരിച്ചു.
ഞങ്ങളെ വിളിച്ചു, എന്നെ വിളിച്ചു, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരിട്ട് വിളിച്ചു. നിർബന്ധമായി വരണമെന്ന് പറഞ്ഞു. എന്താ വിഷയം എന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ നിന്ന് പോയാൽ ഇനി അവിടെ നിൽക്കാൻ പാടില്ല, മൂപ്പരേറ്റ് ബന്ധം പാടില്ല, സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചു, ഞാനായിട്ട് പോയതല്ല, ഞങ്ങളെ അവിടെ കൊണ്ടുപോയി നിങ്ങളാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വമാണ് ശൈഖുനയെ ഞങ്ങൾക്ക് കാണിച്ചെന്ന്. പിന്നെ ഞങ്ങൾ ശൈഖുനയുടെ കൂടെ നടന്നപ്പോൾ നിങ്ങളൊന്നും ഒരു 10,000 കൊല്ലം അല്ല, കോടിക്കൊല്ലം കൂടെ നിങ്ങളെ കൂടെ നടന്നാലും അനുഭവിക്കാത്ത അനുഭവങ്ങൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഖബറാകത്ത് നിന്ന് സലാമീനെ കേട്ടോവർ, ഖബറാകത്തുള്ളവരോട് മൊളിന്തോവർ. ഇത് മാലയിൽ തെളിവ് പറഞ്ഞതായിരുന്നു അക്കാലത്ത്. ഉദാഹരണം അങ്ങനെ പറഞ്ഞാൽ അത് തീരും. എത്ര ഉണ്ട്. ശൈഖുനയുടെ ലോകം അത്ഭുതങ്ങളുടെ ലോകല്ലേ. നമ്മളൊക്കെ അജബായി പോയ സംഭവമല്ലേ. പാറപ്പള്ളിയിൽ കൊണ്ടുപോയി അഹ്സനി ഇവിടെ നിൽക്കൂ, ശൈഖുന നേരെ ഉള്ളിലേക്ക് കടക്കുന്നു. അന്ന് ശൈഖുന ആ മഖാമിലുള്ള വലിയനോട്, രാത്രിയല്ലേ, വേറെ ആരുമില്ലല്ലോ അവിടെ, മണിക്കൂറുകളോളം ശുദ്ധമായ സ്ഫുടമായ അറബിയിൽ സംസാരിക്കുന്നത് നേരെ ഞങ്ങൾ കേൾക്കല്ലേ. 1-2 കലാമല്ലല്ലോ. ഉദാഹരണം, അവിടുത്തെ ഇൽമിലുള്ള ആഴം എത്രയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വഫാത്തി ഖൈറുൽ ലക്കും എന്നൊരൊറ്റ ഹദീസ് ഒറ്റ ഇരുത്തത്തിൽ ശൈഖുന എന്ന് പറഞ്ഞു തന്നത് 70 അർത്ഥങ്ങളായിരുന്നു, മഅനകളായിരുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഒറ്റ ഹദീസ് മർക്കസ് ഗാർഡനിൽ ദർസ് നടത്തിയത് മാസങ്ങളോളമായിരുന്നു. ലഫ്ലിന്റെ ബഹ്ഫുകൾ, ഇഅ്റാബുകൾ, ഓരോ വസ്നിനുമുള്ള മഅനകൾ. നിങ്ങൾ 40 അല്ല 4000 കൂടിയാലും ശൈഖുന എന്ന വിജ്ഞാന സമുദ്രത്തിന്റെ ഒരു തുള്ളിയാകാൻ കഴിയില്ല നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് ഇവര് പറയാ എന്നോട്, എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചു. ഞാൻ മാത്രല്ല, ഇവിടെ നമ്മളെ ആചാര്യണ്ടല്ലോ മാമുട്ടി ഹാജി, ഇവരൊക്കെ പോയി ചോദ്യം ചെയ്തതാന്ന്. ആചാര്യ ഇവിടെ ഉണ്ട്, ഇതാ ഓരോ മർക്കസിലേക്ക് വിളിച്ചു ചേർത്ത് നമ്മളെ എത്തിയാജി ഉണ്ടല്ലോ, ഇവിടെ എല്ലാരും ഉണ്ട്. ഓരോട് ചോദിച്ചു, എന്താ ശൈഖുനാക്ക് ശറഇലുള്ള പ്രശ്നം, ശറഇൽ എന്താ പ്രശ്നം, ശരീഅത്തിൽ എന്താ പ്രശ്നം. എന്നോട് പറഞ്ഞ ആള് കൂടുന്നുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു അതെങ്ങനെ പ്രശ്നമാകുക, ആള് കൂടുന്ന ആൾക്കാർ കുഴപ്പമില്ല. മറ്റൊന്ന്, ഇനി എന്താവുക നമുക്കറിയില്ല. അത് നമ്മളെ കാര്യം തന്നെ അറിയില്ലല്ലോ, ഉള്ളതനുസരിച്ചല്ലേ ഫത്വ. ഇറങ്ങിപ്പോതില്ലേ നമ്മളവിടെ. ഇവര് ചോദിച്ചതാണ് എന്താ ശരീഅത്തിൽ പ്രശ്നം, നാടന്മാരെ ചോദ്യ. അന്ന് പിന്നെ ക്ലിപ്പ് ഉണ്ടാക്കാത്തത് ചിലപ്പോ ഞാൻ ഉണ്ടോന്ന് അറിയില്ലട്ടോ. അപ്പോൾ വഅദ് പറഞ്ഞു 40 ഉലമാക്കൾ തീരുമാനമെടുത്താൽ അംഗീകരിക്കണം, അതിന്റെ ഫضل കുറയാണ് പറഞ്ഞു. അപ്പൊ ആചാര്യ എഴുന്നേറ്റ് വീണ്ടും ചോദിച്ചു, ഇതുവരെ കേട്ടതില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ ശൈഖുനക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഫളായിൽ വരാനല്ല പറഞ്ഞ്, ശൈഖുന ശരീഅത്തിന് വിരുദ്ധമായൊരു വാദം വാദിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോത്. ശരീഅത്തിന്റെ വ്യക്തമായ ഭാഗം ശൈഖുന പഠിപ്പിക്കുന്നത് പോലെ ആരാ പഠിപ്പിച്ചത്? കീശേരിയിൽ ഒരിക്കൽ ഞാനും അൻവർ ഉസ്താദ് ഉണ്ട്, ഞങ്ങളൊരു ക്ലാസ്സിൽ ഒരു വീട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശൈഖുന മജ്ലിസിലേക്ക് വന്നു. അപ്പൊ ആണുങ്ങൾ ഇരിക്കുന്നുണ്ട്, അതിന്റെ വേക്കൽ പെണ്ണുങ്ങളും ഉണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പെണ്ണുങ്ങളാ. അതിന്റെ ഇടയിൽ മറയിടാതെ ക്ലാസ് എടുത്തതിന്റെ പേരിൽ അന്ന് ആ ദിവസം മുഴുവനും അതിന്റെ ഭയാനകരമായ അവസ്ഥകളും ശരീഅത്തും പഠിപ്പിച്ച് ആ സദസ്സിൽ വെച്ച് ഞങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാണ് ശൈഖുന. എല്ലാരും അങ്ങനെയാണ്. ഇവര് പോയി കച്ചവടത്തിനാണ് എന്ന് പിന്നെ പറഞ്ഞു കുടുങ്ങിയ ഈ കാലഘട്ടത്തിന്റെ സ്വാഹിബുൽ വഖ്തായ ഉന്നതനായ ആ ഹദറത്തിലെ TMC ഉസ്താദൊക്കെ പോയ ഹദറത്ത്, അവർ 45 കൊല്ലം മുമ്പ് ഇരുന്ന റിഫായി റാത്തീബ് നടത്തിയിരുന്ന വയനാടിലെ ഒരു സ്ഥലം ഞങ്ങൾ ഈ അടുത്ത് കണ്ടപ്പോൾ അവിടെ ബോർഡിൽ വിശദമായി തന്നെ റാത്തീബിന് വരുന്നവർക്കുള്ള നിയമം എഴുതി വച്ചതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, റിഫായി റാത്തീബിന് വരുന്നവർ ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടതാണ്.
നിങ്ങളൊക്കെ ശരീഅത്ത് കാണുന്നതിന് മുമ്പ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അവരാണോ? അവരെ ശരീഅത്ത് അങ്ങോട്ട് പഠിപ്പിക്കാൻ നിങ്ങളാര്? അങ്ങനെ നിങ്ങൾക്ക് ഒരു സംഭവവും കിട്ടിയില്ല. പല ഫിത്നയും നിങ്ങൾ ഉണ്ടാക്കി. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദമായി പിന്നീട് പറയും. പലതും നോക്കി ഒരൊറ്റ വാദവും കിട്ടിയില്ല. പല നുണകളും പറഞ്ഞു നോക്കി, ഒന്നും ഏശിയില്ല. ഈ ശവ്വാലിൽ ശൈഖുനെ അങ്ങോട്ട് പ്രഖ്യാപിച്ച് ഇതൊരു 1.5 ശവ്വാലായിരിക്കും. എന്താണ്ടായത്? റമദാനിൽ തന്നെ അവർ കുടുങ്ങി. ഫസ്റ്റ് തുടങ്ങാണ്. നോളേജ് സിറ്റിയിൽ സുഹബ ഉണ്ടാക്കിയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് 1ാമതെന്ന് എനിക്കും 2ാമത് നമ്മളെ സൊഫ്വാൻ. ഷഹാദത്ത് ഹുദൂർ, നോളേജ് സിറ്റിയിലെ സുഹബക്ക് നിങ്ങൾ പങ്കെടുത്തു എന്നതിന്റെ സർട്ടിഫിക്കറ്റ് അമ്മക്ക് തരികയാണ്. കഴിഞ്ഞില്ലേ വല്ല കഥ? നോളേജ് സിറ്റിന്റെ മുറ്റം പോലും കാണാത്ത അമ്മക്കാണ് പങ്കെടുത്തു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരുന്നത്. ശവ്വാല് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കഥ കഴിഞ്ഞു പോയി. പിന്നെ ചിറ്റടി മീറ്റൽ ഉറൂസ് വരിക. അപ്പൊ ഷെയ്ഖുന ഞങ്ങളോട് പറഞ്ഞിരുന്നു, അവര് തുടങ്ങിയാലേ നമുക്കിത് തുടങ്ങേണ്ടിയുള്ളൂ, ഇല്ലേ ഷെയ്ഖുനാന്റെ മദ്ഹ് പറഞ്ഞു പോകാം. ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഉറപ്പാണ് ഇതെന്തായാലും നമുക്ക് തുടങ്ങുന്നു. ചിറ്റടി മീറ്റലിൽ ഉറൂസ് ശവ്വാൽ 2-ന് തന്നെ പ്രാസ്ഥാനിക സമ്മേളനം കഴിഞ്ഞില്ലേ? ഒരുത്തം പ്രസംഗിക്കുകയാണ്, ഷെയ്ഖുന കോഴിക്കോട്ട്, മടവൂർ ഷെയ്ഖുന കോഴിക്കോട്ട് താമസിച്ചത് തന്നെ സംഘടന ഓഫീസൊക്കെ കോഴിക്കോടായതുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനാണ്. തുടങ്ങി പ്രശ്നം. പിന്നെ മറ്റേ കുറ്റ്യാടിക്കാരൻ വന്ന് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു. പിടിച്ചു നമ്മൾ. ഓരോന്നിനും മറുപടി പറഞ്ഞു. ഷെയ്ഖുനയുടെ ഹദറത്തിൽ വന്ന് ഷെയ്ഖുനയെ മോശമാക്കിയ ചിത്രം ശവ്വാലിന്റെ ആദ്യത്തിൽ തന്നെ കണ്ടു തുടങ്ങി. അതിനിടയിലാണ് അവർക്കൊരു സംഭവം വീണ് കിട്ടിയത്. കാഫില ഉസ്താദിന്റെ ഭാര്യ മൗത്തായി പോയി. അല്ലാഹു അവരെ ദർജ ഉയർത്തട്ടെ. വല്ലാത്തൊരു സന്തോഷം. 1.5 ശവ്വാലായിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖുന ഇത് പണിയെടുക്കുന്ന എങ്ങനെ? ആദ്യം 2 ദിവസമൊക്കെ കൊടുക്കും എന്തെങ്കിലും. കാരണം മീൻ പിടിക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇരട്ടൊടുക്കുന്ന അങ്ങനെ അയച്ചിട്ട് കൊടുക്കും. അതിലിങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങി. എന്തായാലും ഈ വിഷയത്തിൽ കേസ് വരുന്നാ പറഞ്ഞു. എനിക്കെന്തായാലും വരും, ഷെയ്ഖുനാനിയാ കാണുന്നത്. കാരണം നമ്മൾ പ്രചോദനം കൊടുത്തിട്ടാണ് ഈ വിഷയം ഉണ്ടായത് എന്നിടത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പ്രസവെടുത്ത പെണ്ണ് ഒതുക്കുങ്ങൽ സ്വദേശിനി എന്ന് പറഞ്ഞതോട് ഉറപ്പിച്ചു. അത് ഞാൻ അയച്ചതേ കാലം. സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായില്ല. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സ്ഥിതികൾ മാറിമറിഞ്ഞു. വീട്ടിൽ പ്രസവിക്കണമെന്ന് ക്യാമ്പയിൻ നടത്തിയ പകരമാർ കുടുങ്ങി. 4 കൊല്ലം വരെ വയറ്റിൽ നിൽക്കാന്ന് ഒരുത്തം പറഞ്ഞു. അപ്പൊ പത്രക്കാർ ചോദിച്ചു, എന്നാ പിന്നെ നേരെ LKGക്കാണ് ചേർത്താ പോരെ പ്രസവിച്ചാൽ? അത് ഫിഖ്ഹിന്റെ കിതാബിലുണ്ട് എന്നായി. ഫിഖ്ഹിന്റെ കിതാബിലുള്ളതൊക്കെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? ഫിഖ്ഹിൽ അങ്ങനെ പല സാധ്യത ഉണ്ടാവും. ഒരാളെ ലിംഗം മുറിച്ച് പൊടിയാക്കി പൊടി തൊട്ടാൽ ഒതു മുറിയില്ല എന്നൊക്കെ ചർച്ച ചെയ്യും. ആ പണിക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് ഒരു ക്യാമ്പയിനായി. സോഷ്യൽ മീഡിയ യുഗത്തിൽ നിങ്ങൾ പറയാൻ പാടുണ്ടോ? നേരെ തിരിഞ്ഞുകുത്തി നിങ്ങൾക്ക്. ഞങ്ങൾ നിവർന്നു നിന്ന് പറഞ്ഞു. പത്രക്കാർ ചോദിച്ചു, ചാനലുകാർ വന്നു, നമ്മുടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾ ഭൗതികതയെ ഭൗതികത കൊണ്ട് നേരിടുന്നവരാണ്, ആത്മീയതയെ ആത്മീയത കൊണ്ട് നേരിടും. അതാണ് കറകളഞ്ഞ ആത്മീയത എന്ന് പഠിപ്പിച്ചവരാ ഞങ്ങളെ മശായിഖന്മാർ. ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. വിവാദം നിങ്ങളെ തലയിലേക്ക് വന്നു. എന്താ ഉണ്ടായത്? അവസാന വെളുക്ക് മനസ്സിലായി, ഇതൊരു 1.5 ശവ്വാലനായിരുന്നില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം ഈ ശവ്വാലിൽ സംഭവിക്കുകയാണ്. ഏതാ? സാക്ഷാൽ ഏറ്റവും സുപ്രധാനമായ അംബിയാ ഉലിയാക്കളുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന തദ്ബീറായി ഇല്ലേ ഇല്ല എന്ന് പറയുന്ന വിഷയവും ഇസ്തിഗാസയും പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ ആദർശ യാത്ര തന്നെ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, അള്ളാന്റെ റസൂലിന് അവശനായ വാപ്പയെ പോലെയാണ്, ഒരു കഴിവുമില്ല, ഒരു തദ്ബീറുമില്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. എല്ലാ സംഭവവും ചെയ്തു.
ഏറ്റവും വലിയ പരാജയം ആദർശപരമായി നിങ്ങൾക്കുണ്ടായി. ശൈഖുനയെ നിങ്ങൾ 2013 മുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങിയതാ, ഒന്നും കിട്ടിയില്ല. ആദർശപരമായി പരാജയപ്പെട്ടു എന്ന് ഉറപ്പായപ്പോ ശൈഖുന പോകുന്ന വഴിയിൽ ഒളിക്യാമറകൾ വെച്ച് ശൈഖുനയെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതി നിങ്ങൾ. അതിന്റെ പേരിൽ അധികവും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഫോട്ടോകളായിട്ട് വന്ന്, വീഡിയോകളായിട്ട് വന്ന്, ഇതോടുകൂടി പിന്നെ മൂപ്പര് ഇനി വരില്ല, ഇനി ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്നൊക്കെ വലിയ മൂപ്പര് കറാമത്തും പറഞ്ഞു. കറാമത്ത് പറയുന്നതിന് മുമ്പ് മംഗലാപുരത്തും കോഴിക്കോടുമുള്ള സാഹിര്യങ്ങളെ പോയി കാണുകയും ചെയ്തു. എന്നിട്ടല്ലേ കറാമത്ത് ഉണ്ടാക്കൽ. ഈ പണിയൊക്കെ ചെയ്ത് എന്താ എന്നിട്ടുണ്ടായത്? ഞങ്ങൾ തുറന്നു പറഞ്ഞു, ശൈഖുന എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മുസ്ലിയാരോ ഖതീബോ നിങ്ങളാ വിചാരിച്ച മുശാവറ അല്ലത്. നിങ്ങളെ വഴിയിലുള്ളവരെ എല്ലാവർ, അവര് ലാഹിറും ബാത്തിനുമുള്ളവരാണ്. അവരെ മുറുവത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ശൈഖുനായെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും ശൈഖുനായുടെ കൂടെ കൂടുന്നതും ശൈഖുന ധരിക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കിയിട്ടല്ല, അല്ലെങ്കിലും ഔലിയാക്കന്മാരെ ഹൃദയത്തിലേക്കല്ലേ അള്ളാഹു നോക്കുന്നത്. അവരുടെ ഹൃദയത്തിന്റെ സ്ഫുടതയല്ലേ അവരെ മുഖ്യം. മടവൂര് ശൈഖുന വസ്ത്രം ധരിച്ച കാലമുണ്ടായിട്ടുണ്ട്. അത് തന്നെ നല്ല തലേക്കെട്ട് കെട്ടിയ കാലം, നല്ല ഫാന്റും കുപ്പായിട്ട കാലം ഉണ്ടായിട്ടുണ്ട്. ഷർട്ടൊന്നും ഇടാതെ ശൈഖുന കിടന്ന കാലല്ലേ അധികവും. അപ്പൊ അങ്ങനെ ആൾക്കാർ വന്ന അപ്പൊ തലീകെട്ടില്ലട്ടോ ഞങ്ങൾ പോവാണ്. ഇപ്പൊ കുപ്പായം തന്നെയല്ല. ഹദീസിൽ നോക്കി നിങ്ങള്, ചില സഹാബികൾ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം കൂടി ഇട്ടിട്ടുണ്ടാവില്ല, നേരെ പോയി അവരെ ആലിംഗനം ചെയ്യുന്നു. ഹദീസിൽ ഉരിയാനൻ എന്ന് വരെ ലഫ്ദ് പ്രഖ്യാപിച്ചത് കാണാം. ഇനി ഇത് ശരിയാവില്ലട്ടോ, ഖുത്ബക്ക് വരുമ്പോ നല്ല തലീകെട്ടൊക്കെ ഉണ്ട്, ഇവിടെ വന്ന് നോക്കുമ്പോ കുപ്പായം പോലുമില്ല. അതാണോ മഹാന്മാരെ കുറിച്ച് പറഞ്ഞത്? മഹാന്മാരുടെ വേഷം നോക്കിയിട്ട് കൂടലില്ല ആളുകൾ. അവരാണ് ഏത് വേഷമിട്ടാലും. നിങ്ങൾക്ക് നടക്കൂലേ? ഇത് തെളിയിച്ചു ഞങ്ങളുടെ ശൈഖുനയെ കുറിച്ച് നിങ്ങൾ. മാത്രല്ല മക്കാ മുശ്രിക്കീന്റെ വിറാസത്ത് നിങ്ങൾ പൂർത്തിയാക്കി. അബൂജഹൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂജഹൽ പറഞ്ഞത് അങ്ങാടിയിൽ നടക്കുന്നു എന്നാണ്. വയംശീ ഫിൽ അസ്വാഖ്, സൂക്കുകളിൽ നടക്കുന്നു, ഇതെന്തൊരു റസൂലാണ്. അതേ അവസ്ഥ പൊന്മളയും പിന്നെ പറയാണ്. അപ്പൊ ആ വിറാസത്ത് കാമിലായി. അബൂജഹലിന്റെ വിറാസത്ത് എന്തുണ്ടായി ഇവിടെ? പിന്നെ നിങ്ങൾ അതിന്റെ കൂടെ മുഖം മറക്കുന്നതിന്റെ മസ്അലയുമായി വന്നു നോക്കി. ഞങ്ങൾ കിതാബ് എടുക്കാൻ തുടങ്ങി. ഫിഖ് തുഹ്ഫ എടുത്തു, ശറഹുൽ മുഹദ്ദബ് എടുത്തു, സക്കരിയ അൽ അൻസാരി തങ്ങളുടെ അസ്റുൽ മത്താലിബ് എടുത്തു, ഭീതി അങ്ങ് വായിച്ചു കൊടുത്തു, വെല്ലുവിളിച്ചു. സമസ്ത പുറത്തുണ്ടല്ലോ, മുഖം മറക്കാതെ എവിടെയെങ്കിലും ഒരു സമയത്ത് കണ്ടാൽ അത് ശരീഅത്ത് വിരുദ്ധമാണ്. അത് കാരണം ഒരു ശൈഖിനെ എതിർക്കാമെന്ന് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ഫിഖ്ഹിന്റെ കിതാബുകൾ ഒന്നിനു പിന്നിൽ ഒന്നായി വായിച്ചു കൊടുത്തപ്പോൾ ഇന്ന് വരെ അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സാക്ഷാൽ പൊന്മള ഇവരുടെ ക്യാമ്പിന് പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു, അല്ല ഇവര് ഫിഖ്ഹിന്റെ കിതാബൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താപ്പത് കഥ? പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കിതാബിൽ അങ്ങനെ പലതും ഉണ്ടാവും, നമ്മൾ അതൊന്നും അംഗീകരിക്കണ്ട, നമ്മളെ പൂർവീകർ നടന്ന വഴിക്ക് നടന്നാൽ മതി. എന്നാ പിന്നെ ഇയാളെ എന്തിനാ ഫക്കീയായിട്ടിരിക്കണേ? ഒന്ന് കേൾപ്പിച്ചൊടുക്ക്. ഗതികേടാണ്. ഇത് പറയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ശവ്വാലിന്റെ ഏറ്റവും വലിയ സംഭവം. ആരാ പറയുന്നത്? വലിയ ഫക്കീഹായ ആളാ പറയുന്നത്. കിതാബല്ല നോക്കേണ്ടത്. അവിടേക്ക് നിങ്ങൾ എത്തിച്ചില്ല. ഞങ്ങള് നമ്മുടെ പൂർവികരായ അരിമ്യങ്ങൾ അവിടെ സ്വീകരിച്ചു പോകുന്ന നയ നിലപാടുകൾ അതെപ്പോഴും അസംബ്ലി പറയും. നമ്മൾ ഈ വാർത്ത നോക്കിയിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണില്ല. പക്ഷെ നമ്മളെ പൂർവികരാരും സ്വീകരിച്ചു പോകുന്ന നയ നിലപാടുകൾ അല്ല എങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. പൂർവീകർ
നടന്നു പോകുന്ന നയനിലപാടുകളല്ല കിതാബിലുള്ളതെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ കിതാബിലുള്ളത് പൂർവികർ പറഞ്ഞതിനെതിരാ. ഒന്ന്, ഈ പൂർവികർ എന്ന് പറഞ്ഞാൽ ആരാ? അത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അത് ഞങ്ങൾ പറയേണ്ട വാക്കാണല്ലോ. മശായിഖ് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നോക്കണ്ടെന്നല്ലേ പറയേണ്ടത്. നിങ്ങളതല്ല പറയേണ്ടത്. നിങ്ങൾ അഹിലി കിതാബാ, കിതാബിലുള്ളതേ സ്വീകരിക്കാവൂ എന്നാ പറയേണ്ടത്. പക്ഷേ അടക്കമുള്ള ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വച്ചപ്പോൾ വ്യാജ വീഡിയോയും വന്ന നിങ്ങൾക്ക് വന്ന കാലിന്റെ മേൽ തന്നെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിനെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ചില സംഭവങ്ങൾ ഇവിടെ നടന്നത്. പരാജയപ്പെട്ട് മുഴുവനും മടങ്ങിപ്പോയി. ശൈഖുന പിന്നെ വരൂല, പ്രസംഗിക്കൂല എന്നൊക്കെ വിചാരിച്ചേ. ശൈഖുന കൂട്ടായിലും കൊടുവള്ളിയിലും ഒക്കെ നിങ്ങളുടെ ആത്തറച്ചി കലക്കുന്ന ഉഗ്രൻ നസീഹത്തല്ലേ പറഞ്ഞത്. മംഗലാപുരം സിഹറൊന്നും ഇതിന് മതിയാവൂല. ഇതങ്ങനെ സിഹറേൽക്കുന്ന വസ്തുവൊന്നുമല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ പുറമെ ഈ ശവ്വാലിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവം എന്താ അറിയോ? സാധാരണക്കാര് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഉദാഹരണം, മടവൂർ കോട്ടയെ കുറിച്ച് പറഞ്ഞപ്പോ ഭക്ഷണത്തിന് പോയ വീട്ടുകാർ ആ വീട്ടിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. നിങ്ങൾ അതിന്റെ ഒക്കെ പുറമെ ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റ്യാടി പൊൽവളൊക്കെ വിട്, നിങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വം എന്ന് പറഞ്ഞ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരി വരെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് നേരായ വഴിയിലല്ല എന്ന് ഈ ശവ്വാൽ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒന്നൊന്നര ശവ്വാൽ തന്നെയാണ്. നിങ്ങളുടെ തനി നിറമല്ലേ പുറത്തായത്. മടവൂരിൽ വന്നിട്ടാ പറഞ്ഞത്, എനിക്ക് വിയർപ്പിനെ മാറ്റിത്തന്നത് കൊണ്ടാണ് മടവൂർ ശൈഖുന വലിയായത്. കാന്തപുരം എന്നൊരാൾ ജീവിച്ചിട്ടില്ലെങ്കിൽ ശൈഖുന വലിയാവൂലേ? അതിന്റെയൊക്കെ പുറമെ ഔലിയാക്കളെ വെല്ലുവിളിച്ച സംഭവം ഉണ്ടായി. ഉള്ളാളത്ത് പോയി. ഈ ശവ്വാല് ശൈഖുന ഒരു വാക്ക് പറയുമ്പോ അതിന്റെ ആന്തരികമായ ഭാഗം ഒരുപാടുണ്ടാവും, നമുക്കറിയില്ല. അതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞമ്മക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയ പ്രത്യക്ഷ സംഭവം തന്നെ എത്ര ഉണ്ട്. ഔലിയാക്കളെ വെല്ലുവിളിച്ചില്ലേ ഇവിടെ? സാക്ഷാൽ അബൂജഹലിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് താഴ്ന്നില്ലേ? വെല്ലുവിളി കണ്ടോളി, കാണാതിരിക്കാൻ പറ്റൂല. സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. നിങ്ങൾ ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ മടക്കി വിളിച്ച സംഭവം ഉദ്ധരിച്ച് ഇങ്ങനെ ഒരു സംഭവം കാണിക്കാൻ അഖ്താബീങ്ങൾക്ക് ഔലിയാക്കന്മാർക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഒരു കുടുങ്ങിയപ്പോ പറയാ ഞങ്ങൾ വ്യാജന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. ആക്കെ ഞാൻ ഓരോ അറഫ് വിശദീകരണം അടുത്ത പരിപാടിയിൽ നടത്താം. അതിൽ അങ്ങനെ ഒരു വാക്യല്ല. അഖ്താബീങ്ങൾ അവര് പറയും അന ഖുതുബുൻ അന വലിയുൻ അന ശൈഖുൻ. ഇത് പറയാത്ത അഖ്താബീങ്ങൾ ഏതാണ്? അപ്പൊ അവരെ തന്നെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. നമ്മൾ നേരാണ്ട് തിരിച്ചിട്ട് കൊടുത്തു വെല്ലുവിളി അല്ലേ? ഔലിയാക്കന്മാരൊക്കെ നമുക്ക് വെല്ലുവിളിക്കും. അതിന് മുമ്പ് താങ്കളെ കുറിച്ച് താങ്കളുടെ സംഘടനയിലെ ആളുകൾ പറയുന്നത് എന്താ? നിങ്ങളാണ് ഈ കാലഘട്ടത്തിലെ വലിയ എന്നല്ല, നിങ്ങൾ മുഷാവറ അംഗമാണ് ഔലിയാക്കളുടെ എന്നാണ് ഒരുത്തം പ്രസംഗിച്ചത്. നിങ്ങൾ സുൽത്താനുൽ ഉലമയാണ് എന്നാ പറഞ്ഞത്. നമ്മൾ ചോദിച്ചു എങ്കിൽ കൊടുവള്ളിയിൽ നിന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സൂര്യനൊന്നും നിങ്ങൾ മടക്കി വിളിക്കണ്ട. ഒരു കടുകുമണിയെ ഒന്ന് ഇളക്കിത്തരാൻ
സുൽത്താനാണെന്നും ഷെയ്ഖാണെന്നും പറയുന്ന ഈ നേതാവിന് സാധ്യമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇന്നൊരു ഓഫറും കൂടി തരികയാണ്. നിങ്ങൾ മാത്രമായി ബുദ്ധിമുട്ടണ്ട. വലിയ കറാമത്തുള്ള സ്ഥാപനം ഉണ്ടല്ലോ കുറ്റ്യാടി, അയാളും കൂട്ടിക്കൂടി. അയാളും പോരെങ്കില് ഇന്ന് ലോകത്തെ ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരാളുണ്ടല്ലോ. നിങ്ങളിവിടെ കൊണ്ടുവന്നിരുന്ന സുഹബക്കൊക്കെ കൊണ്ടുവന്നിരുന്ന ആള് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. നേരെ തന്നെ റസൂലുമായി സംഭാഷണം നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യമനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരാളില്ലേ, മൂപ്പരും കൂടി സഹായത്തിന് കൂട്ടിക്കോളി. അങ്ങനെയല്ല, എല്ലാരും കൂട്ടിയിട്ട് ഒരു കടുകുമണിയെ ഇളക്കാൻ വിളിക്കുകയാണ് ഈ പറയപ്പെട്ട വ്യാജ സുൽത്താൻമാരെ. ഞങ്ങൾ ഒരു കാര്യങ്ങൾക്ക് ഉറപ്പാണല്ലോ, ഞങ്ങൾക്ക് മൂപ്പരോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല. അതിന്റെ തെളിവാ ഞങ്ങൾ തന്നെയാണ് മൂപ്പര സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞിരുന്നത്. എന്താ കാരണം? സുൽത്താനുൽ ഉലമ എന്ന് പറയണമെന്ന് ഞങ്ങളോട് പറയപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിർത്തണമെന്ന് പറഞ്ഞു, നിർത്തി. മാറിയത് ഞങ്ങളല്ല, താങ്കൾ മാറിയപ്പോൾ മശായിഖന്മാര് നിലപാട് മാറ്റിയതാണ്. ഇപ്പൊ പറയാ, കൊടുവള്ളിയിൽ നിന്ന് ശൈഖുനയുടെ വഅദിൽ നേരെ ഉസ്താദിനെ അങ്ങ് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഇത് നേരത്തെ ഈ ടീമിനെ തീർക്കേണ്ടതായിരുന്നു. അന്ന് നമ്മൾ വലുതാവും എന്ന് പറഞ്ഞ് മറുപടി പറയാത്തത് കൊണ്ട് ഇപ്പൊ നേരെ ഉസ്താദിന്റെ നേരെയാണ് അമ്പ്. വേദനിക്കുന്നുണ്ടല്ലേ, വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? മഹാനരായ മടവൂർ ശൈഖുനയെ സാക്ഷിക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ജദ്ബില്ല, മാനസിക അസ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ വാക്ക് പോലും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്ന് വന്യരായ മടവൂർ ശൈഖുനയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ, അസ്ഹാബുൽ വഖത്തുകളായ മഹാന്മാരുടെ ഫോട്ടോ എടുത്ത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പരിഹസിച്ച് തള്ളിയപ്പോൾ, ഞങ്ങളെ വന്യരായ ശൈഖുനയുടെ പേരും പറഞ്ഞ് നിങ്ങൾ അതിശക്തമായി കളിയാക്കിയപ്പോ വേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. മടവൂർ ശൈഖുനയെ തൊട്ടപ്പോൾ വേദനിച്ചവരാണ് ഞങ്ങൾ. അസ്ഹാബുൽ വഖത്തുകളായ മശായിഖന്മാരെ തൊട്ടപ്പോൾ മനസ്സ് പടഞ്ഞവരാണ് ഞങ്ങൾ. ശംസുൽ ഉലമ എന്ന നിങ്ങളുടെ ഗുരുനാഥനെ നിങ്ങൾ എത്ര മാത്രമാണ് ബുദ്ധിമുട്ടിച്ചത്? ആ കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ? ആയിരക്കണക്കിന് ഉലമാക്കളുടെ ശാപം, ശംസുൽ ഉലമയുടെ ശാപം, മടവൂർ ശൈഖുനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാപം നിങ്ങൾക്ക് തട്ടിയപ്പോൾ അതിനെല്ലാം പരിഹാരം തരാൻ ഈ ലോകത്തേക്ക് വന്ന കാലഘട്ടത്തിന്റെ സുൽത്താനാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ശൈഖുന എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേദനിച്ചിട്ട് കാര്യമില്ല, വേദനിച്ച് പടഞ്ഞ് ഹൃദയം പൊട്ടി ചത്താളി ആരും കുഴപ്പമില്ല. ഞങ്ങൾ പറയൽ നിർത്താൻ പോണില്ല. ഇപ്പൊ പറയാ ഭയങ്കര വേദനയായത്ര. അവനാന്റെ നേർക്കാണ് വരുമ്പോ ഒക്കാണ് ശരിയാവും. പിന്നെ നിങ്ങൾ അല്ലെങ്കിലും എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടണ? ഒക്കെ അള്ളാന്റെ വിധിയല്ലേ. അതല്ലോ പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖൈറും ഷർറും ഒക്കെ അള്ളയാണ്. അവന്റെ തീരുമാനമില്ലാതെ ഒന്നും നടക്കൂല. അപ്പൊ ഒക്കെ നിങ്ങൾക്ക് കിട്ടണൊക്കെ അതിന്റെ കഥ എന്നാണ് വിചാരിച്ചാ പോരെ. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണു അള്ളയാണ് നാളങ്ങളെ വിശ്വാസം. ഒക്കാണ് വിശ്വസിച്ചാ പോരെ. അങ്ങനെ വിശ്വസിച്ച് സമാധാനിച്ചാൽ നിങ്ങള് അവിടെ നിങ്ങൾക്ക് കലാവില്ല. അങ്ങോട്ട് കിട്ടുമ്പോ ഒരു കലാവില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. അവര് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിണ്ടൂല. ആ സെക്കൻഡിൽ നിർത്തുമത്. ഏത് വിഷയവും അങ്ങനെയാണ്. ഇപ്പൊ ശൈഖുന അല്ല, ഈ കാലഘട്ടത്തിലെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന അസ്ഹാബുൽ വഖത്തുകളായ മഹാന്മാർ ഒരു വിഷയം ഇനി പറയണ്ട ഞങ്ങളോട് പറഞ്ഞ് പറയൂല. അത് നിങ്ങൾക്കത് കഴിയോ? നിങ്ങളെ നേതൃത്വം പറഞ്ഞാൽ നേതൃത്വത്തിന് അടക്കങ്ങൾ പറയും. അതാ വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾ തീർത്തു പറയുന്നു, ഞങ്ങളുടെ ഈ പറഞ്ഞ സംഭവങ്ങളെ നിങ്ങൾ വെറുതെ വന്ന് വഷളാകാൻ നിൽക്കണ്ട. നല്ലൽക്ക് നിൽക്കണേ നമുക്ക് നല്ലൽക്ക് പോവാം. ഞങ്ങൾ ഇതിലേക്ക് വലിച്ചയച്ചതല്ലേ. ഞങ്ങൾ മശായിഖന്മാരെ ചരിത്രവും അവരുടെ കഥയും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ നിങ്ങളല്ലേ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചുകൊണ്ട് വന്നാൽ തുടങ്ങരുത് തുടങ്ങിയാ പിന്നെ മുടങ്ങരുത് എന്നാണ്.
ഇപ്പൊ എന്നിട്ട് ഇന്നലെ ഒരുത്തം പറയാ ശൈഖുന പിന്നെ ഇക്കെ വിഭാഗത്തെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞ ക്ലിപ്പ് ഞങ്ങൾ കൊണ്ടുവരും. എന്ത് ക്ലിപ്പ്? രഹസ്യയോഗത്തിൽ പറഞ്ഞ ക്ലിപ്പ്. ഇവിടെ അങ്ങനെ രഹസ്യയോഗം തന്നെയല്ല. ഇവിടെ രഹസ്യയോഗം. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. എന്തിനാ? അവനവന്റെ നഫ്സിന്റെ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ, ഇബാദത്ത് ചെയ്യേണ്ടതിനെ കുറിച്ച് പറയാൻ, ഇഖ്ലാസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ. ശൈഖുന അപ്പറഞ്ഞത് അതെന്നും പറയുന്നതാണ്. അതിൽ പറഞ്ഞ വാക്കുകൾ കൃത്യവുമാണ്. ഷായർ മുബാറക്കിന്റെ വിരോധികൾ അതാരാന്ന് ലോകർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം നേതാവ് ഷായർ മുബാറക്കാണ് അറിഞ്ഞ് കൊണ്ടുവന്നതിനെ ഉള്ളിലിരുന്ന് കളിച്ച് ചിരിച്ച ടീമില്ലേ അവിടെ? അവരെയാണ് ഞങ്ങൾ അന്നും ഇന്നും നേരിട്ടത്. പിന്നെ മറ്റു വാക്കുകളൊക്കെ ഞങ്ങൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു ആദർശ പോരാട്ടം അത് കൃത്യമായി നടക്കുമ്പോ നിങ്ങൾ മശായിഖന്മാർക്കെതിരിൽ വിരൽ ചൂണ്ടിയാൽ കൃത്യമായി ഞങ്ങൾ അതിനെ അവലോകനം ചെയ്യുക തന്നെ ചെയ്യും.